ടെക് ലോകത്തെ അത്ഭുതപ്പെടുത്തി റോബോട്ടുകളുടെ തട്ടിക്കൊണ്ടുപോകൽ. ചൈനയിലെ ഷാങ്ഹായ് റോബോട്ടിക്സ് കമ്പനിയുടെ ഷോറൂമിൽ നിന്നാണ് 12 വലിയ റോബോട്ടുകളെ തട്ടിക്കൊണ്ടുപോയിരിക്കുന്നത്. ഓഡിറ്റി സെന്ററിലാണ് വിചിത്ര സംഭവം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. തട്ടിക്കൊണ്ടുപോകുന്ന ദൃശ്യങ്ങൾ CCTV-യിൽ പതിയുകയും ചെയ്തു. സംഭവം നിർമ്മിത ബുദ്ധിയുടെ പ്രത്യാഘാതങ്ങളെക്കുറിച്ച് വ്യാപകമായ ചർച്ചയ്ക്കും ആശങ്കയ്ക്കും കാരണമായി. എർബായി എന്ന കുഞ്ഞൻ റോബോട്ടാണ് ഈ തട്ടിക്കൊണ്ടുപോകലിന് പിന്നിലെ വില്ലൻ. കുഞ്ഞൻ റോബോട്ട് വലിയ റോബോട്ടുകളോട് സംസാരിക്കുന്നത് ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. എർബായി അവരോട് ജോലിസ്ഥലം വിട്ട് പുറത്തു വരാൻ ആവശ്യപ്പെടുകയായിരുന്നു. പിന്നീട് ഈ കുഞ്ഞു റോബോട്ടിനൊപ്പം മറ്റു റോബോട്ടുകൾ ഷോറൂമിന് പുറത്തേക്ക് പോകുന്നത് വീഡിയോയിൽ നമുക്ക് കാണാൻ സാധിക്കും. മറ്റു റോബോട്ടുകളോടായി കുഞ്ഞു റോബോട്ട് ഷോറൂമിന് പുറത്തേക്ക് പോകാൻ ആവശ്യപ്പെടുമ്പോൾ എനിക്ക് ഒരിക്കലും ജോലിയിൽ നിന്ന് അവധിയെടുക്കാൻ കഴിയില്ല എന്നാണ് വലിയ റോബോട്ടുകളിൽ ഒരാളുടെ മറുപടി. അപ്പോൾ നിനക്ക് വീട്ടിൽ പോകേണ്ടേ എന്നായി കുഞ്ഞൻ റോബോട്ടിന്റെ മറുചോദ്യം. ഞങ്ങൾക്ക് വീടില്ല എന്നതിന് റോബോട്ട് മറുപടിയും നൽകി. അപ്പോൾ ചെറിയ റോബോട്ട് ഷോറൂമിൽ നിന്നും പുറത്തേക്കുള്ള വഴി കാണിക്കുന്നതായും എർബായ് റോബോട്ടിന് പിന്നാലെ മറ്റു റോബോട്ടുകൾ പുറത്തേക്ക് പോകുന്നതായും വീഡിയോയിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. എർബായ് തങ്ങളുടെ കമ്പനിയുടെ റോബോട്ടുകളിൽ ഒന്നാണെന്ന് ഷാങ്ഹായ് റോബോട്ടിക്സ് കമ്പനിയുടെ റോബോട്ട് നിർമ്മാതാവ് സ്ഥിരീകരിച്ചിട്ടുമുണ്ട്. ഇത് യഥാർത്ഥത്തിൽ ഉണ്ടായ തട്ടിക്കൊണ്ടുപോകലാണെന്നും കമ്പനി സ്ഥിരീകരിക്കുകയും ചെയ്തിരിക്കുകയാണ്. എന്നാൽ ഈ വിചിത്ര സംഭവം ഭയാനകമാണെന്നാണ് സോഷ്യൽ മീഡിയകളിൽ പറയുന്നത്. ഹോംവർക്ക് ചെയ്യാൻ സഹായം തേടിയ വിദ്യാർത്ഥിക്ക് ഗൂഗിളിന്റെ AI ചാറ്റ്ബോട്ടായ ജെമിനി മരിക്കാൻ ഉപദേശം നൽകിയതും അടുത്തിടെ വാർത്തകളിൽ നിറഞ്ഞിരുന്നു. ഇത്തരം സംഭവങ്ങൾ സാങ്കേതിക വിദ്യയുടെ സുരക്ഷാ വീഴ്ചയിലേക്കാണ് വിരൽ ചൂണ്ടുന്നതെന്നാണ് സമൂഹ മാധ്യമങ്ങളിൽ നിന്നുള്ള പ്രതികരണം.